ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ല, പെർഫെക്റ്റ് ആയിട്ട് ബട്ടർ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 4 കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ബൗള് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് അതിന്റെ കളറൊന്ന് ചെറുതായിട്ടൊരു വൈറ്റ് കളറിലോട്ട് മാറി വരും. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 1.25 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചെടുക്കുമ്പോൾ 2 കപ്പോളം പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പ്രാവശ്യമായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വരണം. അതുവരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബട്ടർ കേക്കൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയൊരു പൈനാപ്പിളിന്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ എഗ്ഗിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേക്കിന്. ഇത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്താൽ അധിക സമയം ബീറ്റ് ചെയ്യരുത്. ഒരു 30 സെക്കൻഡ് ഒക്കെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മുഴുവനായിട്ട് വേണ്ട, ഒരു സ്വല്പം കുറവാണ്. 1/4 ടീസ്പൂണിനേക്കാളും ഒരു സ്വല്പം കുറവായിട്ടാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1-2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. നമുക്കിത് കുറേശ്ശെയായിട്ട് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഫോഴ്സ് എടുത്ത് മിക്സ് ചെയ്യാതെ ഇതുപോലെ പതുക്കനെ ഒരു സൈഡിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് മെഷർമെന്റ് പറയുന്നത്. 1 കപ്പ് പാൽ എടുത്തതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പാലിൽ 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പാല് ചൂടാക്കിയെടുക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടറൊക്കെ മെൽറ്റായി നന്നായിട്ട് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് ഫോഴ്സ് കൊടുത്ത് മിക്സ് ചെയ്യേണ്ട. ചെറുതായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പാല് മുഴുവനായിട്ട് ഒഴിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ്. അധികം തിക്കായിട്ടല്ല, ചെറിയൊരു ലൂസിലുള്ള കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്ക്വയർ ആയിട്ടുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇടണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ഇടുന്നില്ല. ഇതിലേക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക എല്ലാ സൈഡും. അപ്പോൾ എല്ലാവിടെയും ആ മൈദ ഒന്ന് കോട്ടായിട്ട് കിട്ടും. കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്.
നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗൊക്കെ റെഡിയാക്കി എടുക്കുന്നത് മിക്സിയുടെ ജാർ വെച്ചിട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം നനവില്ലാതെ മുട്ട നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാതും മിക്സിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലധികം തട്ടണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 5-6 പ്രാവശ്യം. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ല നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് മീതെ നമുക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു 40 to 45 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊട്ടി പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് ബേക്കായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അടിപൊളി സോഫ്റ്റും സ്വാദുള്ള കേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വേറെ കുറേ ഓട്സ് വെച്ചിട്ടുള്ളത് മൈദയും ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന കേക്കിൻ്റെ ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബണ്ണിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി സ്വാദാണ്. അപ്പോൾ ഈ പറഞ്ഞ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. താങ്ക് യു.